സോഷ്യൽ മീഡിയയിൽ സാധാരണ കത്തുന്ന വിഷയങ്ങളൊന്നും തന്നെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാറില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതൊന്നും നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല. പക്ഷേ ആളുകളെ ബാധിക്കുന്ന, വളരെ ആഴത്തിൽ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ആസ്ട്രോടോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഗർ എന്ന് പറയുന്ന ഒരു സോപ്പുണ്ട്, കൂടാതെ ജീവലക്ഷ്മി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, വേ ബൈ കല്യാണി എന്ന് പറയുന്ന ഒരു യൂട്യൂബറൊക്കെ ഉണ്ട്. അവരുടെ യഥാർത്ഥ പേര് ജീവലക്ഷ്മി എന്നാണ്. അപ്പോൾ അവരുടെ പ്രശ്നമൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരേതാണ്ട് ഒരു 3 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള, സബ്സ്ക്രൈബേഴ്സുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അവരുടെ ചാനലിലൊക്കെ റീച്ചുണ്ട്. അതുപോലെ റീലൊക്കെ ഇട്ട് അവർ വലിയ കാശുണ്ടാക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഇവരുടെ എല്ലാവരുടെയും മെയിൻ പരിപാടി എന്ന് പറയുന്നത് സാധനങ്ങളുടെ വിൽപ്പനയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഇവരൊക്കെ തന്നെ ഒരു വലിയ സെയിൽസ് ഫോഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. യാഥാർത്ഥ്യം പറഞ്ഞാൽ 30 ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സെയിൽസ് ഫോഴ്സാണ് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് കാശ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റും ഇവിടെ ഇപ്പോൾ ഈസിലി സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ചില കിടക്കകൾ, അതുപോലെ തന്നെ ചില ക്രീമുകൾ, ചില ലിപ്സ്റ്റിക്കുകൾ ഒക്കെ തന്നെ ഇങ്ങനെ മാത്രമാണ് സെല്ല് ചെയ്യുന്നത്. കൂടാതെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, റമ്മി കളിക്കാൻ പോലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന റിമി ടോമിയും അതുപോലെ വിജയ് യേശുദാസും മുന്നെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമൊക്കെ റമ്മി കളിച്ച് പണമുണ്ടാക്കി, ഇനി നിങ്ങളും റമ്മി കളിച്ച് പണമുണ്ടാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടും ഇതുപോലെയുള്ള എല്ലാ തരികിട ബിസിനസ്സുകളും വിൽക്കുന്ന സെയിൽസ് ഫോഴ്സാണിത്. കേരളത്തിൽ പോലും അങ്ങനെ ഏതാണ്ട് 2.5 ലക്ഷത്തോളം വരുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇവർക്കൊന്നും യാതൊരുവിധ എത്തിക്സ് ഒന്നുമില്ല. ഇവർ എന്ത് മര്യാദ കാശിട്ട് കൊടുത്തിട്ട് അവർ പറയുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് ഇവരെന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ആസ്ട്രോടോക്കിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആസ്ട്രോടോക്ക് യഥാർത്ഥത്തിൽ അത് പ്രചരിപ്പിക്കുന്നവരിൽ നിസാരക്കാരായിട്ടുള്ള ആളുകളല്ല. അപർണ ബാലമുരളി ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട അപർണ ബാലമുരളി, പിന്നെ ശ്രദ്ധ കപൂർ, സണ്ണി ലിയോണ്, അതുപോലെ തന്നെ മമത മോഹൻദാസ്, അമല പോൾ, ഇങ്ങനെ നിരവധി ആളുകളുണ്ട്. അപ്പോൾ അതിൽ അമല പോളും മമത മോഹൻദാസും അപർണ ബാലമുരളിയൊക്കെ കേരളത്തിലുള്ള മലയാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആസ്ട്രോടോക്കിനെ കുറിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ വരും, വിശ്വാസമാകും. പിന്നെ നിങ്ങൾ കാശ് കൊടുത്താലാണ് അതിലുള്ള ആസ്ട്രോളജറോട് സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ആപ്പൊക്കെയാണ്. അപ്പോൾ ഈ ആപ്പ് ഇതുപോലെ ആളെ പറ്റിച്ച് കോടികളാണ് കേരളത്തിൽ നിന്നടക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ഈ അപർണ ബാലമുരളിയും അതുപോലെ മമത മോഹൻദാസും പിന്നെ നമ്മുടെ പാവപ്പെട്ടിട്ടുള്ള അമല പോളും ഒക്കെ തന്നെ കൂട്ടുനിൽക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ഇവർക്കല്ലെങ്കിൽ വലിയ എത്തിക്സ് ഒന്നുമില്ല. ഇവരെന്ത് ഇതുപോലെയുള്ള കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എന്ത് പരിപാടി വേണമെങ്കിലും അവർ ചെയ്യും. ഇതുകൂടാതെ മറ്റ് ചില ആളുകളുണ്ട്. ഇപ്പോൾ അവരൊക്കെ ചെറിയ ആളുകളായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലെ താരങ്ങളാണ്. കൂടാതെ കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സൊക്കെയാണ്. 1 ലക്ഷമൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളാണ്. അവരൊക്കെ ചില തള്ളുകൾ തള്ളുന്നുണ്ട്. ആ തള്ളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ ആസ്ട്രോടോക്ക്, ഞാൻ ആകെ നിരവധി വീടുകൾ നോക്കിയിരുന്നു ഒരു വീട് മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു വിധത്തിലും വീട് മേടിക്കാൻ പിന്നെ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആസ്ട്രോടോക്കിൽ ആസ്ട്രോടോക്ക് സജസ്റ്റ് ചെയ്യുന്നത്. എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഞാൻ ആസ്ട്രോടോക്ക് വഴി സംസാരിച്ചു. അവർ ചില പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ഞാനിതാ വീട് വെച്ചു എന്നുള്ളതാണ് ചിലർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, അവർ കാണിച്ചേക്കണ വീട് തന്നെ വേറെ ആരുടെ വീട് വാടകയ്ക്കെടുത്ത വീടാണ്, അല്ലാതെ സ്വന്തം വീടല്ല. അപ്പോൾ അവരൊരു വീടും വെച്ചിട്ടില്ല, ഒരു മണ്ണാങ്കട്ട വെച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർ വെച്ചേക്കണത് തന്നെ ലോൺ എടുത്തും അതുപോലെ കഷ്ടപ്പെട്ടുമൊക്കെ നേരത്തെ വെച്ച വീടാണ്. പക്ഷെ അവർ പറയുന്ന ആസ്ട്രോടോക്ക് വന്നതിന് ശേഷമാണ് അവർ വീട് വെച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഭൂലോക തരികിടകളും തട്ടിപ്പുകളും ഉടായ്പകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വേറൊരു ഗർ സോപ്പ് എന്ന് പറയുന്നൊരു സോപ്പാണ്. ആ സോപ്പിൻ്റെ വില 200 രൂപയാണ്. ഒരു സൈഡ് റഫാണ്. അതിട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം വലിയ ഗ്ലോ ആകുമെന്നാണ് പറയുന്നത്. ഗ്ലോ ഒന്നും ആയില്ലെങ്കിലും മുഖത്ത് ചിലപ്പോൾ തൊലി പോയേക്കാം. കൂടാതെ മറ്റേ സൈഡും കൂടിയുണ്ട്. ഇതൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ചെറിയ പിള്ളേരായിട്ടുള്ള ഹെലൻ ഓഫ് സ്പാർട്ട, ഗ്ലാമി ഗംഗ, ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് സെയിൽസ് പീപ്പിളാണ് ഇറങ്ങിയിട്ടുള്ളത്. അവർ നമ്മുടെ വീട്ടിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അവരുടെ ആകൃഷ്ടരായി, ആക്രാന്തക്കാരായി നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഈ പറയുന്ന പോലെ അതിലൊക്കെ പെട്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രൊഡക്റ്റ് എല്ലാം തന്നെ വലിയ തക്കിടയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇതൊന്നും ഉണ്ടാക്കുന്നവരാരും തന്നെ ഇത് ഉപയോഗിക്കുന്നില്ല. കാരണം അവർക്കറിയാം ഇതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വൈറ്റനിങ് ക്രീം വിൽക്കുന്ന ഒരു വലിയ മുതലാളിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് മുടിയുമില്ല, അതുപോലെ തന്നെ കുറച്ച് കറുത്തിട്ടുള്ള കളറാണ്. കറുപ്പിനോടൊന്നും എനിക്കൊരു വിരോധമില്ല. പക്ഷെ അദ്ദേഹമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വൈറ്റനിങ്ങിൻ്റെ ക്രീം വിറ്റഴിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട ആളുകൾ ഓർക്കണം. പക്ഷെ അവരൊന്നും സ്വന്തം മക്കൾക്ക് കൊടുക്കാറില്ല. കാരണം സ്വന്തം ക്രീമിനെ കുറിച്ച് അവർക്കെല്ലാം നല്ല കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വേ ബൈ കല്യാണിയിലേക്ക് നിങ്ങളൊന്ന് തിരിച്ചു വരേണ്ടത്. ഈ വേ ബൈ കല്യാണിയിൽ
ജീവലക്ഷ്മി അവർ ഇതുപോലെ തന്നെ ക്രീമൊക്കെ മേടിച്ച് മുഖത്ത് നിരവധി വാരിപ്പൊത്തുകയും എന്നിട്ട് ആളുകളോട് മേടിക്കാൻ സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള പണം കിട്ടും ഇവർക്ക്. കാരണം ഒരു മിനിറ്റിൻ്റെ റീലെടുത്ത് കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള പണം കിട്ടും. ആ പണം കിട്ടുന്നതുകൊണ്ടാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് തന്നെ അറിയത് പ്രശ്നമാണെന്ന്. പക്ഷേ ഇത് വാരിപ്പൊത്താതെ വേറെ വഴിയില്ല. അങ്ങനെ വാരിപ്പൊത്തി യഥാർത്ഥത്തിൽ സ്മൂത്ത് സ്കിന്നിൻ്റെ ഈ പറഞ്ഞ കോട്ടിങ് തന്നെ പോയി എന്നുള്ളതാണ് നിലൂഫർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് ഈ കേരളത്തിൽ ഇന്ത്യയിലുമൊക്കെ തന്നെയുള്ള ബ്യൂട്ടി ഇൻഡസ്ട്രിയുടെ വരുമാനം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ മാത്രമാണ് അതിപ്പോൾ ഉള്ളത് 31 മുതൽ 34 ബില്യൺ US$. എന്ന് പറഞ്ഞാൽ 3,20,630 കോടി രൂപയുടെ പ്രൊഡക്റ്റുകളാണ് ഇതുവഴി വിറ്റഴിക്കപ്പെടുന്നത്. മഹാഭൂരിപക്ഷവും ഇതിലേതാണ്ട് 60% ഇപ്പോൾ ഇങ്ങനെ വിറ്റഴിക്കപ്പെടുന്നത് ഇതുപോലെയാണെന്ന് പറഞ്ഞാൽ 2 ലക്ഷം കോടി രൂപയുടെ വിൽപ്പന ഇതുവഴിയാണ് നടക്കുന്നത്. ഇനി ഇത് 2031 2034 എത്തുമ്പോൾ ഇത് 48 ബില്യൺ US$ആയി മാറും എന്നുള്ളതാണ്. ഇത് തന്നെ 4,53,000 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ 3 ഇരട്ടിയെങ്കിലും ആയിരിക്കും വിൽപ്പന. എന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷം കോടിയുടെ അടുത്തുള്ള വിൽപ്പന ഇപ്പം തന്നെ നടക്കുന്നുണ്ടാവും. അത് ഉടനടി ഒരു 30 ലക്ഷം കോടിയിലേക്ക് എത്താൻ പോലും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ചുരുക്കം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലെ റമ്മി ഇതുപോലെയുള്ള പല പരിപാടികളുമായിട്ട് ആളുകൾ വരും. അവരുടെ എല്ലാം സെയിൽസ് ഫോഴ്സ് ആണ് ഇവർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് തട്ടിപ്പും പറയും. അതുകൊണ്ടാണ് സ്വന്തം വീട് എൻ്റെ അയൽവക്കക്കാരൻ്റെ വീട് കാണിച്ച് ആ വീട്ടിൽ പോയിരുന്ന് വീഡിയോ എടുത്തിട്ട് ഇത് ഞാൻ മേടിച്ച വീടാണെന്നൊരു ബിഗ് ബോസ് താരം ഇട്ടേക്കണത്. ഇനി ഈ വേബൈ കല്യാണിയുടെ കേസിൽ അതിനേക്കാൾ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവർ വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. അവർ നിലൂഫർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ഡോക്ടേഴ്സ് MBBS BDS കഴിഞ്ഞവരാണ്. അവർക്കൊന്നും ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഡെർമറ്റോളജിയുടെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംയുക്ത വർമ്മയുടെ ധന്യ വർമ്മ എന്ന് പറയുന്നതിൻ്റെ അവരുടെ ഒരു ചാനലിൽ ധന്യ വർമ്മയുടെ ചാനലിൽ ഞാൻ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് സംയുക്തയുടെ. അതിൽ സംയുക്ത വളരെ കൃത്യമായി പറയുന്നത് നിലോഫർ എന്ന് പറയുന്നത് കുറച്ച് എത്തിക്സ് ഉള്ള ഒരാളാണ്. അവർ സംയുക്തയൊക്കെ പല സംശയങ്ങൾ ചോദിക്കുമ്പോൾ പോലും അനാവശ്യമായിട്ട് ഒരു കാര്യവും പറയാറില്ല. അതുകൊണ്ട് തന്നെ കൂടാതെ സംയുക്ത പറയുന്നത് ഇത് എന്നോട് താല്പര്യമുള്ളതുകൊണ്ട് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് പറയുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അവിടെ വരുന്ന ക്ലയൻസിനോടും ഒക്കെ തന്നെ ഇത് ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ എങ്ങനെ ബിസിനസ് നടക്കുമെന്ന് വരെ സംയുക്ത വർമ്മ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഈ വാചകം പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. സംയുക്ത പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ എങ്ങനെ ഇരിക്കുന്നു, എൻ്റെ ലുക്സ് എന്താണ്, എൻ്റെ നോട്ടം എന്താണ്, എന്നെ ആളുകൾ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വലിയ ബോധേഡല്ല. പകരം ഞാൻ എൻ്റെ ഇന്നർ സ്ട്രെങ്ത്തിലും അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിലുമൊക്കെയാണ് ശ്രദ്ധിക്കുന്നതെന്നാണ്. നമ്മുടെ രാജ്യത്ത് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ചിന്തകളെ തന്നെ ആളുകൾ വളരെ കൃത്യമായി മാറ്റിമറിച്ചതുകൊണ്ടാണ് മെലിഞ്ഞ സ്ത്രീകൾ സുന്ദരികളാണെന്നും അതുപോലെ 6 പാക്കുള്ള പുരുഷന്മാരാണെന്നും കൊടവയറുള്ളവർ എന്തോ മോശമാണെന്നും കഷണ്ടി വലിയ അശ്ലീലമാണെന്നും ഒക്കെയുള്ള ലെവലിലുള്ള ബോധ്യം നമ്മളിൽ കഴിഞ്ഞ 10-20 കൊല്ലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് വളരെ ഓർഗനൈസ്ഡായി കോടികൾ മുടക്കിയുള്ള ഈവൻറ്റുകൾ നടത്തി ഉണ്ടാക്കിയെടുത്തതാണ്. സിനിമകളിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെയാണ് 6 പാക്കുകളും ട്രെഡ്മില്ലുകളും വൈറ്റനിങ് ക്രീമുകളും അതുപോലെ തന്നെ ഗ്രീൻ ടീയും ഒക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ സെയിൽ ഇവിടെ നടത്താൻ തുടങ്ങിയത്. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ഒരു കാര്യം, ആഫ്രിക്കയിൽ മറ്റൊരു സ്ഥലത്ത് പല ഉപഭൂഖണ്ഡങ്ങളിലും പല രാജ്യങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങളായിരുന്നു. ആ സൗന്ദര്യ സങ്കല്പങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ബിസിനസ് നടത്തുമ്പോൾ വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു ചെറിയ ടെറിട്ടറിയിൽ അത് വിൽക്കാൻ കഴിയുള്ളൂ എന്ന് ആഗോള ഭീമന്മാർ കണ്ടെത്തുകയും ലോകമെങ്ങുമുള്ള സൗന്ദര്യബോധത്തെ ഒരൊറ്റ ബോധമാക്കി മാറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമുക്കെല്ലാം അറിയുന്ന ഏറ്റവും പ്രമുഖയായിട്ടുള്ള സുസ്മിത സെന്നിന് ലോക സുന്ദരിപ്പട്ടം കിട്ടുന്നത് അതുകൊണ്ടാണ്, ഐശ്വര്യ റായ്ക്ക് സുന്ദരിപ്പട്ടം കിട്ടുന്നത് അതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള നിരവധി ഈവൻറ്റുകൾ നടത്തിക്കൊണ്ടാണ് പണ്ട് കുമാരനാശാനൊക്കെ വാസവദത്തെ എഴുതുമ്പോൾ തടിച്ച സ്ത്രീകളായിരുന്നു സുന്ദരികൾ, അവർ കുറച്ചുകൂടി വീട്ടിൽ വലിയ സമ്പത്തുള്ളവരായിരുന്നു, അങ്ങനെ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി മരുത്വ പഞ്ചജീരക ഗുണം പോലെയുള്ള സാധനങ്ങൾ ആളുകൾ മേടിച്ച് പണ്ട് കഴിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പം മെലിയാനുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കുന്നതിൻ്റെയും ട്രെഡ്മില്ലുകളും അതുപോലെ തന്നെ ഹെൽത്ത് ക്ലബ്ബുകളും അതുപോലെ പ്രോട്ടീൻ പൗഡറുകളും കൂടാതെ വെളുക്കാനുള്ള ക്രീമുകളുമൊക്കെ
കോടികൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അത് അവരുടെ ബിസിനസ് സ്റ്റാറ്റിക്സ് ആണ്. ഇനി അതുകൊണ്ടുണ്ടാകുന്ന ബിസിനസ്സുകൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വലിയ അസുഖങ്ങളുണ്ടാവും, അസുഖങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ഏതെങ്കിലും സ്ത്രീക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മഹാഭൂരിപക്ഷം വരുന്ന ടൗണിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ നടക്കുന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ അവരറിയാതെ പരുവപ്പെടുത്തിയതാണ്. ഇതിൻ്റെ എല്ലാ വലിയ കുഴപ്പങ്ങൾ നമ്മൾ അനുഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് നിങ്ങളാരും വിചാരിക്കരുത്. ഞാനടക്കം ഇതിൻ്റെ ഭാഗമാണ്. കാരണം നാട് ഓടുമ്പോൾ നടുവ് ഓടിയേ പറ്റുള്ളൂ. പക്ഷേ ഇതുകൊണ്ട് ഇപ്പോൾ നിരവധി ഹോസ്പിറ്റലുകളും അവിടെയുള്ള ത്വക്ക് രോഗങ്ങളും അതിൻ്റെ ചികിത്സകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ അവർ കൃത്യമായി വികസിപ്പിച്ചെടുത്തു. ഒന്ന്, അമിതമായിട്ടുള്ള ക്ലീൻലിനെസ് ബോധ്യപ്പെടുത്തി. അതായത് നമുക്ക് വാ തുറക്കുമ്പോൾ എന്ത് ചെയ്യണം, വായിൽ നിന്നുള്ള ശ്വാസം കണ്ടിട്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി നമ്മളെ മയങ്ങി വീഴണം എന്നുള്ള നിലക്ക് മുതൽ നിങ്ങൾ അറിയേണ്ടത് ഈ പറഞ്ഞ ഓവറായിട്ടുള്ള ക്ലീൻലിനെസ് മുതൽ ഏറ്റവും വലിയ സൗന്ദര്യ ബോധം എന്നുള്ള നിലക്ക് അവരടിച്ചേൽപ്പിച്ചിട്ടുള്ള ബോധ്യങ്ങളിലേക്കും ബോധങ്ങളിലേക്കൊക്കെ നമ്മളെത്തി. അതിൻ്റെ ഒരു വലിയ രംഗം അവർ ഏറ്റവും ആദ്യമേ തന്നെ പണിതു. അതിനുശേഷം അവർക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ TV പരസ്യങ്ങളും പത്രപരസ്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് കോടികൾ ചെലവിട്ടുകൊണ്ട് എന്തിനാണ് സാധനങ്ങൾ സെല്ല് ചെയ്യുന്നത്, അതിനേക്കാൾ എളുപ്പത്തിൽ സാധനങ്ങൾ സെല്ല് ചെയ്യാനുള്ള വലിയ തോതിലുള്ള ഒരു സെലിബ്രിറ്റി മാർക്കറ്റിംഗ്, ഒരു ഇൻഫ്ലുവൻസേഴ്സിന് ഉപയോഗിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് നടത്താമെന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഏത് തല്ലിപ്പൊളി ഐറ്റവും നമ്മുടെ നാടുകളിലേക്കും വീടുകളിലേക്കൊക്കെ എത്തുന്നത്. ഇപ്പോൾ ചില കിടക്കുകളൊക്കെ ഉണ്ട്, അത് ലക്ഷക്കണക്കിനാണ് വിറ്റഴിയുന്നത്. കാരണം ജർമ്മൻ സാങ്കേതിക വിദ്യയാണ്. മുട്ട വെച്ചിട്ട് എന്ത് ചെയ്യാം, കിടക്കയുടെ പുറത്ത് മുട്ട വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി കിടക്കാം, എന്നിട്ട് മുട്ടക്കൊന്നും പറ്റൂലെന്നാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. മിക്കവാറും മുട്ട പൊട്ടി നമ്മുടെ മുതുകത്തൊക്കെ ആവുമായിരിക്കും. പക്ഷെ ഇവർ കാണിക്കുമ്പോൾ പല അഭ്യാസങ്ങളും ഒക്കെ കാണിക്കും. ഇങ്ങനെ ഏത് തലവഴിത്തരവും കാണിക്കാൻ ഇവർ തയ്യാറാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി സെലിബ്രിറ്റികൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. റിമി ടോമി വന്നിട്ട് പറയുന്നു ചീട്ട് കളിച്ച് റിമി ടോമി സമ്പന്നയായി എന്നാണ് പറയുന്നത്. എന്തോരം സ്റ്റേജുകളിൽ എന്തോരം പാട്ടും പാടി എന്തോരം തുള്ളിച്ചാട്ടവും നടത്തിയിട്ടാണ് സമ്പന്നയായെന്ന് നമുക്കറിയാം. എന്നെ ഞെട്ടിച്ചൊരു കാര്യം, വലിയ പണമുള്ള സാമ്പത്തികമുള്ള ഒരാളാണ് വിജയ് യേശുദാസ്. പുള്ളി വന്നിട്ട് പറയുന്നത് പുള്ളി റമ്മി കളിച്ച് പണമുണ്ടാക്കി, അതുകൊണ്ട് നിങ്ങൾ റമ്മി കളിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കളിക്കും കൂത്താട്ടത്തിനൊക്കെ നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ പണം പോയിക്കൊണ്ടിരിക്കും. കൂടാതെ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഇരയാകും എന്നുള്ളത് പറഞ്ഞോട്ടെ. ഇന്ത്യയിലെ വലിയൊരു സംഭവമുണ്ട്. കൂടാതെ അടുത്തൊരു സംഭവം കൂടി നമ്മളുണ്ട്. ഇവരൊക്കെ തന്നെ ഇവർക്ക് യാതൊരുവിധ കുഴപ്പമില്ലാതെ ഇതേ പ്രൊഡക്റ്റുകൾ വേറെ പേര് വരും. ആദ്യത്തെ ഒരു സീസണിൽ ഇവരൊരു 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 കോടി പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ, 1 കോടി പ്രൊഡക്റ്റ് ഇന്ത്യ മുഴുവൻ വിൽക്കുക എളുപ്പമുള്ള കാര്യമാണ്. 1 കോടി പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് 200 രൂപയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 200 കോടി രൂപ അവൻ്റെ പോക്കറ്റിലായി കഴിഞ്ഞു. അവൻ ഇതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. കൂടാതെ രണ്ടാമത്തൊരു കാര്യമുണ്ട്, ഇനി ഈ പ്രൊഡക്റ്റ് ചീത്തയായി, ഇതിന് ചീത്തപ്പേര് വന്നു, ഇത് ഉപയോഗിച്ചവനൊക്കെ ചൊറിയും ചിരങ്ങും പിടിച്ച് എന്ത് ചെയ്യുന്നു, മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ അടുത്ത പ്രൊഡക്റ്റ് ഇറക്കും. അതെന്താണെന്നറിയാമോ? ഇതേ ചേരുവകൾ വെച്ചിട്ട് ഇതിൻ്റെ പേര് മാറ്റിയിട്ട് അടുത്ത പ്രൊഡക്റ്റ് ഇറക്കും. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരു മുടി വളരും എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് വലിയ വ്യാപകമായ പരസ്യം കൊടുത്ത് കേരളത്തിൽ ഇറക്കിയിരുന്നു. ഒരു സീസണിൽ മുടി വളരാൻ വേണ്ടിയിട്ട് എല്ലാവരും അത് മേടിച്ച് ഉപയോഗിച്ചു. ഒരു 400 രൂപയാണ് ഒരു ചെറിയ പാക്കറ്റിന് നിങ്ങൾ ആലോചിക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വേറൊരു പ്രൊഡക്റ്റ് വന്നു. അത് ജയറാമിനെ വെച്ചുള്ള പരസ്യമാണ്. ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? ഒരാളെന്നോട് പറയുകയാണ്, ഈ പ്രൊഡക്റ്റ് കൊള്ളൂല്ല, അത് ഞാൻ ഉപയോഗിച്ച് നോക്കി, അതിന് ഫലമില്ല, ഇനി എന്ത് ചെയ്യണം, അടുത്തത് വയോധ മേടിച്ച് ഉപയോഗിക്കണമെന്നാണ്. ഈ വയോധ മേടിച്ച് ഉപയോഗിക്കണമെന്ന് എനിക്ക് ഉള്ളിച്ചിരി വന്ന് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം അതേ കമ്പനിയുടെ തന്നെ വേറെ പേരിലുള്ള പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാൽ അകത്ത സാധനമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളെ പറ്റിക്കാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ നിരവധി ആളുകൾ, ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്ന ആളുകൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നിങ്ങളോട് ഇവരെല്ലാവരും ബിസിനസ്സുകാരൊക്കെ കൂടി നിരന്ന് നിന്നിട്ട് നിങ്ങളോട് പറയും, നിങ്ങൾ പ്രബുദ്ധരാണ്, നിങ്ങൾ മിടുക്കരാണ്, നിങ്ങൾ മഹാബുദ്ധിയുള്ളവരാണെന്ന് പറയും. അങ്ങനെ പറ്റിക്കലിൻ്റെ ഏറ്റവും അങ്ങേയറ്റം വരെ ഇവർ നിങ്ങൾക്കെതിരെ ചെയ്യും.